ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഷവായി ചിക്കനാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നുള്ള ചിക്കൻ ഉണ്ടാ. എന്നിട്ട് നമുക്ക് ഇതില് വരകൾ ഇട്ട് കൊടുക്കാം. അതാ ചിക്കനില് നമ്മള് വരകളൊക്കെ ഇട്ടുണ്ട്. വരയൊക്കെ ഇട്ടു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. അതില് ഒരു പകുതി വരെ വെള്ളം എടുക്കുക. കാരണം നമുക്ക് ചിക്കൻ മുക്കി വെക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആദ്യം 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടാ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ, ഇവിടെ നമ്മളെ കാശ്മീരി ചില്ലി ആട്ടോ എടുത്തിരിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടാ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാ. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ മുക്കി വെക്കാം കേട്ടോ. മുങ്ങി കിടക്കട്ടെ. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ കിടക്കാം കേട്ടോ, ഇതിൽ മുങ്ങി. അടുത്ത് നമുക്ക് ഇതിനു വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലിയാണ് വേണ്ടത്. അപ്പം ചില്ലിയാണ് വേണ്ടത്, പൊടിയല്ല. അപ്പോൾ എനിക്ക് കാശ്മീരി ചില്ലി കിട്ടിയില്ല. അപ്പം അത് കാരണം പൊടിയാണ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നമ്മളൊരു 2.5 ടേബിൾ സ്പൂൺ പൊടി ഇടുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 10-20 ചില്ലി യൂസ് ചെയ്യണം. അപ്പം ചില്ലി ഇല്ലാത്തതുകൊണ്ട് പൊടിയാക്കി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കോരിയാണ്ടർ ലീഫ് ഒരു 3 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഈ ഒരു അളവിന് കേട്ടോ. അടുത്തായി പിന്നെ ഒരു പച്ചമുളക്. അടുത്തത് ഗാർലിക്, ഒരു 10-15 പീസ് ഗാർലിക് കേട്ടോ. പിന്നെ ഒരു 2 പീസ് ഇഞ്ചി. മുറിച്ചണോ അല്ലെങ്കിൽ എനിക്ക് അടിയില്ല. അടുത്ത് ബ്ലാക്ക് പെപ്പർ കേട്ടോ, 2 ടീസ്പൂൺ. ഒരു സവോള ഇതങ്ങനെ പീസാക്കിയത് കേട്ടോ. അടുത്ത ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ. അടുത്ത് ബട്ടർ 2 ടേബിൾ സ്പൂൺ. അടുത്ത സാൾട്ട് ഒരു 2 ടീസ്പൂൺ കേട്ടോ. അടുത്തത് ജീരകപ്പൊടി, ക്യുമിൻ പൗഡർ കേട്ടോ, അതൊരു 2 ടീസ്പൂൺ. അതേപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. 1 2. അടുത്തത് പട്ടപ്പൊടി കേട്ടോ, നമ്മുടെ പട്ടയില്ല അത് പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ. കാർഡമൻ പൗഡർ. അടുത്ത് ചാട്ട് മസാല കേട്ടോ,
ചാട്ട് മസാല 1.5 ടീസ്പൂൺ. 1.5 അടുത്തത് ലെമൺ ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ. അടുത്തത് ഗരം മസാല 2 ടീസ്പൂൺ. പൊടിച്ച കേട്ടപ്പോ. അടുത്ത 2 ടേബിൾ സ്പൂൺ തൈര്. രണ്ട് ടേബിൾ സ്പൂൺ തൈര്. അടുത്തതേ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പൊ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മൾ മസാല നല്ല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ, നല്ല പേസ്റ്റ് രൂപത്തിൽ. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലത്തെ ചിക്കൻ എടുത്തിട്ട് ഈ പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേലെ ഈ മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ എടുക്കാം. ഓക്കെ, ഇനി ഇതിക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കണ മസാലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കേ ഇത് അങ്ങനത്തെ ഒരു ഗ്ലാസിന്റെ പേപ്പർ വെച്ച് മൂടാക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ മൂടി വെക്കുമല്ലോ, അത് കണ്ടിട്ടുണ്ടാവും. ഫുഡ് റാപ്പിംഗ് എന്താ അതില് ഫുഡ് റാപ്പിംഗ് ഫിലിം അങ്ങനെ എന്താ പറയും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ടൈറ്റിൽ മൂടി കൊടുക്കാം. ഇനി ഇത് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും അത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ. ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓവനിൽ നമ്മൾ ഷവായൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ തിരിയ റോസ്റ്റഡ് ചിക്കൻ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. ഇതാ ഇപ്പം എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് വലിയ പണിയൊന്നുമില്ല. ഇനി നേരെ നമ്മൾ ഓവനിൽ വയ്ക്കുക, ഗ്രില്ല് ചെയ്യുക. മറ്റേ ഇതിലേക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് കാല് 2 അങ്ങനെ വെച്ചിട്ട് കെട്ടണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അടിപൊളി മസാലകൾ ഉള്ളിൽ പിടിച്ച് സൂപ്പറായിട്ടുണ്ട്. ഇതിങ്ങനെ 2 കാലും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുമോ, അത് ആകുമ്പോൾ അപ്പോൾ അത് അതേപോലെ കാലിൽ ഒരു നൂല് വെച്ച് കെട്ടുക കേട്ടോ. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് നല്ല ടൈറ്റിൽ വെക്കണേ. ടൈറ്റ് ചെയ്യാം. നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. ഇതാ കണ്ടില്ലേ. അപ്പം ഇനി കുറച്ച് മസാല അങ്ങനെ തേച്ച് കൊടുക്കുന്നതിൻ്റെ മേലെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അരികെ വെച്ച് കൊടുക്കാം കേട്ടോ. വെക്കണം വേണം റിസ്ക്.
വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി നമുക്കിത് ഒരു 220 ഡിഗ്രി അല്ല, അത് 220 ഒരു 15 മിനിറ്റ്. 220 ഒരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പൊ 220 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ചു. ഇനി 190 ഡിഗ്രിയിൽ 1 മണിക്കൂർ കേട്ടോ. 190 ഡിഗ്രിയിൽ 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം കേട്ടോ. സംഭവം ആയിട്ടുണ്ട്. നമ്മുടെ ഷവായി റെഡി ആയിട്ടാ. നമുക്കിത് സെപ്പറേറ്റ് മൂടി മാറ്റാം. നമ്മൾ ടേസ്റ്റ് നോക്കിയാട്ടാ, എന്തുണ്ടോ നോക്കിയാണ്. അതാണ് ഇത് പൊട്ടിച്ച് യാതിര നോക്കിയോ. അപ്പൊ ചിക്കൻ ഷവായി ഇതാ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അപ്പൊ നമുക്കത് കഴിച്ചു നോക്കാം. അടിപൊളിയുണ്ട്. അവർക്ക് മസാല ഒക്കെ ഉള്ളിൽ നല്ല പിടിച്ചിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.